വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗ് തുടങ്ങണമെന്ന്. പണ്ടൊട്ടേ ഉണ്ടായിന്, പിന്നെ ആ സമയത്തൊരു പ്രായം ഉണ്ടായിട്ടില്ല, പക്വത ഉണ്ടായിട്ടില്ല. ഇപ്പം വലിയ പക്വത ഉണ്ടെന്നല്ല, പക്ഷേ ഇപ്പം പിന്നെ ബെറ്ററായി. ഓട്ടോ വരുമ്പോൾ ഞാൻ പിടിച്ച് ചത്തേനെ. അതിപ്പോൾ കോമഡി ആയേനെ. ഫസ്റ്റ് വ്ളോഗ് തന്നെ എടുക്കാൻ നോക്കുമ്പോൾ ഓട്ടോ അടിച്ച് ചത്തൊരു പേര് വരുമായിരുന്നു. എന്തോ ഭാഗ്യം. അപ്പം ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കളയാം. അമ്പലത്തിൽ പോയിട്ടൊരു വ്ളോഗ് അങ്ങ് തുടങ്ങിക്കളയാം. ദൈവാനുഗ്രഹത്തോടെ തുടങ്ങുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് അല്ലേ? അപ്പോൾ ഇവിടെ അടുത്തൊരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹനുമാൻ്റെ അനുഗ്രഹത്തോടെ തന്നെ വ്ളോഗ് അങ്ങ് തുടങ്ങിയേക്കാം. എന്താണെന്ന് അറിയില്ല, പക്ഷേ എന്തെങ്കിലും ആവും, കുറേ കഴിഞ്ഞാലാവും തോന്നുന്നു. ഒന്നാമത് ഈ മഴയത്ത് രാവിലെ എണീക്കലെന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ്. രാവിലെ തന്നെ ആ തണുപ്പത്തിൽ നിന്ന് കുറച്ചും കൂടി ഉറങ്ങാൻ തോന്നും. പക്ഷെ എണീച്ച് നോക്കിയാൽ രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ആരും ഉണ്ടാവില്ല, പിന്നെ നല്ല ക്ലൈമറ്റുമാണ്. നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി രാവിലെയാണ് നല്ല ഇഷ്ടം. രാവിലെ എണീച്ച് നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആവും. എന്തോ ഒരു ഊർജം വന്ന പോലെയാണ് ആ ദിവസം മൊത്തം. അതുകൊണ്ട് എല്ലാ ദിവസവും അധികവും രാവിലെ എണീക്കാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ പ്രിയ സഖി കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരിയുടെ പേര് ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല. കൂട്ടുകാരി ഇപ്പം എന്നെ അടിച്ചു കൊല്ലാൻ സാധ്യതയുണ്ട് ലേറ്റ് ആയതിന്. അപ്പോൾ നമ്മൾ പ്രിയ സഖീനെ കാണാൻ വന്നപ്പോൾ പ്രിയ സഖി ഇതുവരെ കുപ്പായം മാറ്റിയിട്ടില്ല. അപ്പോൾ പുതിയ കുപ്പായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അടിപൊളി കളർ അല്ലേ, നല്ല ലൈറ്റ് കളറ്, സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ കുറേ നേരം ഫോൺ പിടിച്ചിട്ട് കൈ നേരം എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയ സഖിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലാതെ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഇന്നത്തെ അമ്പലം കോസ്റ്റ്യൂം കൂടെ. പ്രിയ സഖിക്ക് എന്താ പറയാനുള്ളത് കോസ്റ്റ്യൂമിനെ പറ്റി? നല്ല ഭംഗിയായിട്ടുണ്ട്, അമ്മച്ചിമാരുടെ പോലെ ഉണ്ട്. അയ്യോ, ഞാൻ വിളിക്കാൻ മറന്നുപോയി. പക്ഷെ പുതിയ കുപ്പായ പുതിയതായി ഫസ്റ്റ് വ്ളോഗ് തന്നെ എടുക്കുന്നില്ല. അപ്പൊ പുതിയൊരു കുപ്പായം തന്നെ ഇടാതെ ജീവിതഭാരങ്ങൾ കൊണ്ട് സമയം കിട്ടാത്തതായിരിക്കും. അതെ അതെ, കുറേ സംഭവമുണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പൊ ഈ ടാഗൊന്നും പറിക്കാനുള്ള സമയവും അതിനുള്ള ഒരു പേഷ്യൻസും ഇല്ലാതായി. അപ്പൊ എന്റെ പ്രിയ സഖി എനിക്ക് കുറച്ച് അവിടെ ജാമ്പക്ക ഒക്കെ അടിപൊളി ജാമ്പക്ക ഞാൻ കാണിച്ചു. അപ്പൊ ഇതാണ് നല്ല അടിപൊളി ജാമ്പക്ക. ഇതാ വലിയ വലിപ്പമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ആരാന്റെ വീട്ടിൽ നിന്ന് ജാമ്പക്കയും കട്ടുകൊണ്ടാണ് നമ്മൾ നല്ല അടിപൊളി. നോക്കിയാ എന്റെ കുപ്പായത്തിന് മാച്ച് അല്ലേ ഇത്? ജാമ്പക്കന്റെ കളറ് നോക്കി, റോസും വൈറ്റും. ഓ, ഞാനും ജാമ്പക്കയും ടിൻ ചെയ്തോണ്ട് എന്റെ പൊന്നുമോള് തുടരെയുള്ള യാത്ര തുടങ്ങുകയാണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ചാമ്പക്കയും നമ്മുടെ നായികയും ഓട്ടോയിൽ പോവുകയാണ്. ചാമ്പക്കയുടെ വിധി എന്നല്ലാതെ ഇപ്പൊ എന്താ പറയുക. സീനറി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. അമ്പല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ പ്രിയ സഖീൻ്റെ വക ഒരു പാട്ട് കേൾക്കാം നമുക്ക്. കമോൺ. വരുന്നില്ലല്ലോ, ഒന്നും വരുന്നില്ല. പുറത്തേക്ക് വാ, കമോൺ. മഴ പൊഴിയും അഴകിലൊരു മയിലെ സംഗീതം
അത്ര അറിയുള്ളൂ. സഖി സഖി ജീവിതത്തിനെ പറ്റി എന്താ സഖിക്ക് പറയാനുള്ളത്? ജീവിതം വളരെ നല്ലതാണ്. അതെന്തുത്തരാന്ന്. ഇപ്പൊ സഖി ജീവിതത്തിനെ പറ്റി സഖിക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞില്ലേക്കൊന്നും പറയാനില്ല, എനിക്ക് വിശക്കണമെന്ന്. ഓക്കെ, അതാണ് സഖിക്ക് പറയാനുള്ളത് ജീവിതത്തിനെ പറ്റി. എടാ, ഇവിടെ ഒരു പുതിയ അമ്പലം വന്നിട്ടുണ്ടല്ലേ? അതെ. സഖിക്കൊക്കെ ആയിരുന്നല്ല. സഖി സഖിക്കറിയോ എങ്ങനെയാണ് റിച്ച് ആവേണ്ടതെന്ന്? അപ്പൊ മൂന്ന് വഴിയുണ്ട് റിച്ച് ആവാൻ. ഒന്നെന്താണെന്നറിയോ? നിങ്ങളുടെ അച്ഛൻ റിച്ച് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണെന്നറിയാ? ഊഹിച്ചോക്ക്. നിങ്ങളുടെ ഫാദറിൻലോ റിച്ച് ആയിരിക്കണം. മൂന്നാമത്തെ എന്താണെന്നറിയോ? പണിയെടുക്കുക. ഞാനിപ്പോ പിന്നെയും വണ്ടി ഇടിച്ച് ചത്തേനെ. മൂന്നാമത്തെ എന്താണെന്നറിയോ? നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് റിച്ച് ആവുക. ഓപ്ഷൻ ബി. സഖിക്ക് ഇതിലേതാണ് ഇഷ്ടം? ഏതെങ്കിലും നടക്കില്ല. ഓപ്ഷൻ ബി ആണ് നല്ലത് അല്ലേ? സഖി അപ്പോൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അതെ, താങ്കൾ ഓർഡർ ചെയ്ത് ഇഡ്ഡലിയല്ലേ? ഞാൻ നല്ല ഹെൽത്തി ആയിട്ടൊരു ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ നമ്മുടെ ഹെൽത്തിന് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സഖീൻ്റെ മസാല ദോശ അടിപൊളിയാണല്ലോ. ഞാനും മസാല ദോശ പറഞ്ഞാൽ മതി. അപ്പോൾ ഹെൽത്തോ? അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ഇഡ്ഡലി കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഷും